ഹലോ ഹായ് ജോമോൻസ് വ്ളോഗ്സിൻ്റെ മറ്റൊരു ഗാർഡൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ഫുൾ ഗാർഡൻ ടൂർ തന്നെയാണ്. ഗാർഡനിലുള്ള ഞങ്ങളുടെ പൂക്കളും ഞങ്ങളുടെ പച്ചക്കറികളും നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നു, നിങ്ങൾക്കായി കാണിച്ചു തരുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ നമ്മുടെ ഗാർഡനിലേക്ക് എൻ്റർ ചെയ്യുകയാണ്. നമ്മൾ വീടിൻ്റെ സൈഡിൽ കൂടിയാണ് ഗാർഡനിലേക്ക് കയറുന്നത്. നമ്മൾ ഗാർഡൻ ശരിക്കും രണ്ട് ഭാഗമായിട്ട് തിരിച്ചേക്കുന്നത്. ഒരു ഭാഗത്ത് നമ്മൾ പൂക്കളായിട്ടും മറ്റൊരു ഭാഗത്ത് വെജിറ്റബിൾസ് ആയിട്ടുമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കയറി ചെല്ലുന്ന എൻട്രൻസ് തന്നെ പൂക്കൾ വെച്ചിട്ടുണ്ട്. പൂക്കൾ വലിയ കാര്യമായിട്ട് കാണാൻ പറ്റത്തില്ല, കാരണം 2 ദിവസമായിട്ട് ഇവിടെ മഴയായിരുന്നു. സോ അത്യാവശ്യം പൂക്കളൊക്കെ കൊഴിഞ്ഞു പോയിരിക്കുന്നു. ഞങ്ങളുടെ ഗാർഡനിലെ ഏറ്റവും അട്രാക്റ്റീവും ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതുമായ ചെടിയാണ് ഞങ്ങളുടെ പെറ്റൂണിയ. ഞങ്ങൾ ഫ്ലവർ ബാസ്ക്കറ്റ് ചെയ്തിരിക്കുന്നത് തന്നെ ഞങ്ങളത് ചെടിച്ചട്ടിലും ചെയ്തിട്ടുണ്ട്. അത് ഡാർക്ക് പിങ്കിലും സാൽമൺ റെഡിലും അത് നല്ല രീതിയിൽ പിടിച്ചു വന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരു ചെടിയാണ് ഞങ്ങളുടെ ജെറേനിയം. അത് ഈ പറഞ്ഞ 2 കളറിൽ തന്നെ ഉണ്ട്. പിന്നുള്ളത് ബെഗോണിയ. ബെഗോണിയയുടെ ഡിഫറെൻ്റ് കളർ അല്ലെങ്കിൽ വെറൈറ്റി ഞങ്ങൾ പല ചട്ടിയിലായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നിൽക്കുന്നതിൻ്റെ ചെടിയാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് കാര്യമായിട്ട് എൻ്റെ പേരറിയത്തില്ല. ഞങ്ങൾ തന്നെ ഇട്ട് വിളിക്കുന്ന പേരാണ് ബാൽസം. ചിലപ്പോൾ സത്യമായിരിക്കാം. നമ്മുടെ കൺസർവേറ്ററിയുടെ പുറകിൽ നമ്മൾ ഗാർഡനിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് നമ്മൾ സിമെൻറ്റ് കൊണ്ട് ചെയ്ത ചെറിയൊരു ഭാഗമുണ്ട്, കല്ലുകൾ പാകിയ സ്ഥലം. അവിടെയാണ് നമ്മൾ ചെടിച്ചട്ടികളെല്ലാം ചെയ്തിരിക്കുന്നത്. ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ വെയിലും കിട്ടുന്ന സ്ഥലമാണ്. നമ്മളവിടെ പൂക്കൾ വച്ച് പിടിപ്പിച്ച മെയിൻ കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ ഭാഗത്തേക്ക് പൂക്കൾ വാങ്ങാൻ കാരണം നമ്മൾ വെയിലുള്ളതുകൊണ്ടും ചൂടുള്ളതുകൊണ്ടുമാണ്. ആ ബെനിഫിറ്റ് ഞങ്ങൾ മുതലാക്കിക്കൊണ്ട് നമ്മൾ പാവല് തൈ അവിടെ വളർന്നു വരുന്നുണ്ട്, പിടിച്ചു വരുന്നേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഗ്രോ ബാഗിൽ ഞങ്ങൾ പൊട്ടറ്റോ വെച്ചിരുന്നത് ഏകദേശം പറിക്കാറായി. ഞങ്ങൾ ഒരു ചട്ടിയിലെ പറിച്ചു. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഗ്രോ ബാഗ് തന്നെയാണ്. നമുക്ക് സൈഡിൽ നിന്ന് ഓപ്പൺ ചെയ്ത് നമുക്ക് താഴെ നിന്ന് പറിക്കാവുന്ന രീതിയിലുള്ള ഗ്രോ ബാഗാണ്. പിന്നെ നമ്മൾ ആ കൺസർവേറ്ററിയുടെ സൈഡിലേക്ക് ഞാൻ ഇതിനു മുമ്പ് ഷോർട്ട് വീഡിയോ ചെയ്തിരുന്നു. നമ്മൾ ചീര വെച്ചിട്ടുണ്ട്. നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചീരത്തൈ, ചീരയുടെ അരി മുളപ്പിച്ചെടുത്ത് വളർത്തിയെടുത്തതാണ് ഇവ. ഇതിൽ കൂടുതൽ വീഡിയോ കാണണമെങ്കിൽ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കത് കാണാവുന്നതാണ്. അതുപോലെ ഈ തൈകൾ മുളപ്പിച്ചെടുത്ത രീതിയും അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളും ഞാൻ പല വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ചെറിയൊരു ഭാഗം കവർ ചെയ്തു. നമ്മൾ അതിനുശേഷം ഗാർഡനിലേക്ക് ഇറങ്ങുവാണ്. ഇതാണ് നമ്മുടെ ഗാർഡൻ. ആ ഗാർഡൻ്റെ ഒരു സൈഡ് വഴി ഞാൻ തുടങ്ങുവാണ്. ഞങ്ങളുടെ ഗാർഡനിൽ രാജ്ഞിയായ ഞങ്ങളുടെ ഫ്യൂഷ്യ, പറയാൻ ബുദ്ധിമുട്ടുള്ളപ്പോൾ ഞാനിതിനെ കമ്മൽച്ചെടി എന്ന് വിളിക്കും. ഒരു പക്ഷേ ശരിക്കും അതിൻ്റെ പേര് അതുകൂടെ ആയിരിക്കും. പിന്നുള്ളത് ആസ്റ്ററാണ്. ആസ്റ്റർ പല നിറത്തിൽ ഞങ്ങൾ വച്ച് പിടിപ്പിച്ചു. അത് പല നിറത്തിൽ ഉണ്ട്. मैंने देखा उसे हुआ मैं पागल बस पल भर में आके बसी है वो मेरे मन में उसकी कमी है अब जीवन में
നമ്മൾ ഒരുപാട് തൈകൾ അടുപ്പിച്ചാണ് നട്ടിരുന്നത്. കാരണം ഈ പൂക്കൾ ഒരുമിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ ഒരു പ്രത്യേക സൗന്ദര്യം തന്നെയാണ്. ഇനി കാണിക്കാൻ പോകുന്നത് ഞങ്ങളുടെ ഗാർഡനിലെ ധനികനും ആട്ടിനുമായ ഞങ്ങളുടെ സ്വന്തം റോസയാണ്. ഞങ്ങളിത് മേടിച്ചത് ഡേവിഡ് ഓസ്റ്റിനിൽ നിന്നാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ 2 കളറുള്ള റോസ അവിടുന്ന് മേടിച്ചിരുന്നു. ഇത് ഡേവിഡ് ഓസ്റ്റിനിൽ നിന്ന് വാങ്ങിയ യെല്ലോയാണ്, യെല്ലോ കളർ റോസപ്പൂ. ഇതിന് അവരിട്ടിരിക്കുന്ന പേരാണ് ദ പോയറ്റ്സ് വൈഫ്. പിന്നെ ഉള്ളത് പിങ്ക് കളറുള്ള ഡേവിഡ് ഓസ്റ്റിൻ റോസ. രണ്ട് ഞങ്ങൾ ഏകദേശം അടുത്ത് തന്നെയാണ് വച്ചിരിക്കുന്നത്. മുട്ടുകളൊക്കെ ആയി വരുന്നേ ഉള്ളൂ. ഇതാണ് ഗബ്രിയേൽ ഓക്ക്. 2 റോസയും ഞങ്ങൾ ഞങ്ങളുടെ പുല്ലുകളുടെ ഇടയ്ക്ക് ഒരു ചെറിയ സ്പേസ് ഇട്ട് നട്ടിരിക്കുകയാണ്. സമ്പന്നനും ധനികനുമായ റോസയിൽ നിന്ന് ഇനി നമുക്ക് യാത്ര ഹൈഡ്രാഞ്ചിയിലേക്കാണ്. ഹൈഡ്രാഞ്ചിയും ഞങ്ങൾ ഏകദേശം റോസയുടെ തൊട്ടപ്പുറത്തായിട്ട് ഏകദേശം ഒരു കോർണറിൽ കാണുന്ന രീതിയിലാണ് പിടിപ്പിച്ചിരിക്കുന്നത്. ഞങ്ങൾ വച്ച ചെടികൾ കൂടാതെ ഞങ്ങൾ വീട് വാങ്ങുമ്പോൾ ഞങ്ങളുടെ ലാൻഡ് ലോഡ് വച്ച് ഞങ്ങൾക്കായി തന്നിട്ട് പോയ കുറച്ച് ചെടികൾ കൂടെ ഇവിടെയുണ്ട്. ഇവയിൽ പൂക്കളുണ്ടാകുന്നത് ശരിക്കും സ്പ്രിങ്ങിലാണ്. സ്പ്രിങ്ങിൽ യെല്ലോ കളറിലുള്ള പൂക്കൾ ഒരുപാടുണ്ടായിരുന്നു. അത് വന്ന് പോയി. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിൻ്റെ പേരറിയാമെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് തരിക. അപ്പോൾ ഞങ്ങൾക്കും അറിയാമല്ലോ. പിന്നെ നമ്മുടെ ഗാർഡനിൽ നമ്മൾ ബെഗോണിയയും പെറ്റൂണിയയും മിക്സ് ചെയ്തുകൊണ്ട് ചട്ടിയിലായിട്ടും ഇതിനു മുമ്പ് കാണിച്ച വീഡിയോയിൽ പറഞ്ഞ തന്നെ ഫ്ലവർ ബാസ്ക്കറ്റ് ആയിട്ടും ചെയ്തിട്ടുണ്ട്. നമ്മൾ ഗാർഡനിൻ്റെ പല ഭാഗത്തായിട്ട് ഹാങ് ചെയ്തിട്ടുണ്ട്. ഫ്ലവർ ബാസ്ക്കറ്റ് നമ്മൾ ഫെൻസിലായിട്ടും പിന്നെ ഇവിടെയുള്ള മരത്തിലൊക്കെ ആയിട്ട് നമ്മൾ ഹാങ് ചെയ്തേക്കുവാണ്. ഈ ഫ്ലവർ ബാസ്ക്കറ്റിൻ്റെ പ്രിപ്പറേഷനും അതുപോലെ ഞങ്ങൾ ഒരു 3 മാസം കൊണ്ടാണ് ഞങ്ങൾ ഇത്ര ആക്കിയെടുത്തത്. ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ എൻ്റെ ഈ പ്രൊഫൈലിലുണ്ട്, നിങ്ങൾ കയറി കാണുക. ഈ ചെടിയുടെ പേരാണ് കോസ്മോസ്. ഇത് ഞങ്ങൾക്ക് 3-4 വെറൈറ്റിയിലുള്ള കളേഴ്സ് ഉണ്ട്. നിങ്ങൾ ഗാർഡൻ വീഡിയോ കവർ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഞങ്ങൾ വീട് മേടിക്കുമ്പോൾ ഞങ്ങളുടെ ഗാർഡനിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലാൻഡ് ലോഡ് വെച്ചിട്ട് പോയതാണ്. ലാൻഡ് ലോഡ് ഇതിന് മുമ്പുണ്ടെന്ന ലാൻഡ് ലോഡ് ശരിക്കും ചെടികളിൽ കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളായിരുന്നു. ഒരുപാട് ചെടികൾ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഉൾപ്പെട്ട കുറേ ചെടികളാണ് ഞാൻ കാണിക്കുന്നത്. ഇത് ഐസ് പ്ലാന്റ് ആണ്. ഇത് പൂക്കളുണ്ടാകുമ്പോൾ കാണാൻ നല്ല രസമാണ്, കാരണം നിറച്ച് പൂക്കളായിരിക്കും. ഇത് പൂക്കളുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണിച്ചു തരാം. അതുപോലെ ഒരുപാട് ചെടികളുണ്ട്. ഞങ്ങൾക്ക് ഇതിൻ്റെ ഒന്നും സത്യം പറഞ്ഞാൽ പകുതിയാണ് അതിൻ്റെ പേരറിയത്തില്ല, അതാണ് സത്യം. ഞാനിവിടേക്ക് ഇത് പറിച്ച് കളയാൻ വേണ്ടി പ്ലാനൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് അതിൽ പൂക്കൾ വന്നു തുടങ്ങിയത്. പൂക്കൾ വന്നു കഴിഞ്ഞപ്പോൾ കാണാനാണ് ഭയങ്കര രസവും.
അതുപോലെ തന്നെ ഇവിടെ 2-3 ഷർബ് ഉണ്ടായിരുന്നു. കുറച്ച് പുഴുവിൻ്റെ ശല്യം വന്നപ്പോൾ ഞാനത് വെട്ടിക്കളഞ്ഞു. പക്ഷേ അത് വീണ്ടും വളർന്നു വരുന്നുണ്ട്. ഞാനതിനെ വെട്ടി ഷേപ്പാക്കാമെന്നാണ് ഇരിക്കുന്നത്. കുറച്ച് വലുതായിട്ട് കഴിയുമ്പോൾ ഇവിടെ ഒരെണ്ണമുണ്ട്, അതുപോലെ ഇവിടെ 2, അതുപോലെ തന്നെ ഇവിടെ ഷർബ് 2-3 എണ്ണം അവർ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ. ഇതാണ് ഞങ്ങളുടെ ഗാർഡൻ്റെ ഒരു സൈഡ്. ഈ ചെടി ഞങ്ങളുടെ ലാൻഡ് ലോണിൻ്റെ സംഭാവന തന്നെയാണ്. പൂക്കളില്ലേ തന്നെ കാണാൻ എന്ത് ഭംഗിയാണെന്ന് നോക്കി, പടർന്ന് നിൽക്കുന്നത് കാണാൻ. മുമ്പേ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഗാർഡനുള്ള വിശ്വസിപ്പെട്ട മറ്റൊരിനം മരം അല്ലെങ്കിൽ ചെടിയാണിത്. ഇത് കാണാൻ നിങ്ങൾക്ക് തോന്നും ഞാനിതിനെ പരിഗണിക്കാറില്ലെന്ന്. ഞാനിതിനെ വെട്ടി നിർത്തുകയാണ്. കാലാവസ്ഥ നല്ലതായത് പെട്ടെന്ന് വളർന്നു കയറുവാണ്. എൻ്റെ വെട്ടൽ ഞാൻ ഉടനെ വീണ്ടും നടത്തുന്നതാണ്. ഞാൻ മുമ്പ് കാണിച്ച പോലെ തന്നെയുള്ള ഇനത്തിൽപ്പെട്ട മറ്റൊരു ഷർബാണ് ഇതും. നമ്മുടെ നൈബറിൻ്റെ ഫെൻസിൻ്റെ അടുത്തോടെ ചേർന്നെടുത്തിരിക്കുന്നതാണ്. അതുപോലെ അത്യാവശ്യം കരിഞ്ഞ് ഉണങ്ങിയ ലാവൻഡർ കാണിക്കാം. ഇതിൻ്റെ ഒരു നല്ല വീഡിയോ ഞാൻ ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ട് ഇതിനു മുമ്പ്. അങ്ങനെ ആ സൈഡിൽ കൂടെ അങ്ങ് പോകുമ്പോൾ അവിടെ റോസ, പിന്നെ വീണ്ടും ഒരു ഫ്യൂഷ്യ, സുന്ദരിയായ ഒരു ഫ്യൂഷ്യ. പിന്നെ അട്രാക്റ്റീവായിട്ട് 2 പിള്ളേരുള്ള വീട്ടിൽ തീർച്ചയായിട്ടും നമ്മുടെ ഗാർഡനിൽ കാണപ്പെടേണ്ട ഒരു ബോള്. അതില്ലാതൊരു ഗാർഡൻ ഉണ്ടാകുമോ? അങ്ങനെ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു നമ്മുടെ ഗാർഡൻ 2 പാർട്ടീഷനാണുള്ളത്. ഒരിടത്ത് വെജിറ്റബിൾസും മറ്റൊരിടത്ത് പൂക്കളുമാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ രണ്ടും കൂടി ഒരു വീഡിയോ ഉൾപ്പെടുത്താൻ പോയി കഴിഞ്ഞാൽ അത് ലോങ് വീഡിയോ ആയി മാറുമെന്നുള്ളതുകൊണ്ട് ഞാൻ താൽക്കാലികമായി ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത എപ്പിസോഡിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ വെജിറ്റബിൾ ഗാർഡൻ ഞങ്ങൾ പരിചയപ്പെടുത്തി തരുന്നതാണ്. സ്റ്റേ ട്യൂൺഡ് ആൻഡ് വാച്ച് ഫോർ നെക്സ്റ്റ് വീഡിയോ. ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഈ ഗാർഡനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും റെക്കമെൻഡേഷൻസ് അല്ലെങ്കിൽ ഈ ഗാർഡൻ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ, കൂടുതൽ അട്രാക്റ്റീവ് ആക്കാൻ എന്തെങ്കിലും റെക്കമെൻഡേഷൻ തരാൻ പറ്റുമെങ്കിൽ അതും തരിക. ഞങ്ങൾ സ്വീകരിക്കുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം.